വന്നത് എന്നാൽ ഇത്രയും ബോർമാരുണ്ടാവോ? ചെറുപ്പക്കാരൻ എങ്ങനെയും സഹിക്കാം. അതെ, ഈ കിഴവന്മാരുടെ റൊമാൻസ് കാണുമ്പോഴാ. ട്യൂഷന് വരുമ്പോഴാ രസം. ഓരോന്ന് പറയുകയും ഗോഷ്ഠി കാണിക്കുകയും ചെയ്യുന്നുണ്ടാ നേരം പോണത് അറിയില്ല. താനിതത്ര തമാശയെ കണക്കാക്കണ്ടോ. സത്യത്തിൽ പാവങ്ങളാ. മനഃപൂർവ്വം കുരങ്ങളിപ്പിക്കാന്നറിയാമെങ്കിലും ആലോചിക്കുമ്പോ പാവം തോന്നും. ദേ ഇതിവിടെ വെച്ച് അവസാനിപ്പിച്ചിട്ടെങ്കിൽ പ്രശ്നം ഗുരുതരമാകും. ഇപ്പൊ എന്താ കണ്ടിരിക്കണേ? എനിക്കൊരു പുതിയ ഐഡിയ. അതെന്താ? പറയാം. എൻ്റെ മാഷേ, അങ്ങനെ ഞാൻ വിളിച്ചോട്ടെ? അങ്ങ് എൻ്റേത് മാത്രമാണെന്ന് ആഗ്രഹിക്കുന്നുണ്ടാ അങ്ങനെ വിളിക്കുന്നേ. മാഷോടുള്ള എൻ്റെ സ്നേഹത്തിന് എന്ത് പേരിട്ട് വിളിക്കണമെന്ന് എനിക്കറിയില്ല. ഒന്നും നേരിട്ട് പറയാൻ വയ്യാത്തോണ്ടാ ഇങ്ങനൊരു കത്തെഴുതിയേ. എൻ്റെ കത്ത് മാഷിനൊരു അധികപ്പറ്റാവോ? ഏയ്, ഒരിക്കലും അധികപ്പറ്റാവില്ല കുട്ടി. ഞാൻ എത്ര നാളായിട്ട് കൊതിക്കണോ കുട്ടിയുടെ ഒരു പ്രേമലേഖനം വായിക്കാൻ. അതെ, ഞാൻ എന്താ വിളിക്കണ്ടേ? മാഷേന്ന് വിളിക്കണോ, ഏട്ടാന്ന് വിളിക്കണോ? മാഷേന്ന് തന്നെ വിളിക്കല്ലേ? അതൊന്നും വിളിക്കണ്ട, കൊച്ചു കള്ളാന്ന് വിളിച്ചാ മതി. അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ശനിയാഴ്ച വൈകിട്ട് 5 മണിക്ക് അയ്യപ്പങ്കാവിനടുത്തുള്ള കുന്നമ്പുറത്ത് വരുമോ? എന്റെ ഈശോയെ. വരുമ്പോ എനിക്ക് ഇഷ്ടപ്പെട്ട ആ വേഷം തന്നെ ധരിക്കാൻ മറക്കരുതേ. മറക്കില്ല, മറക്കില്ല കാന്താരി. ആ വേഷത്തിൽ മാഷ കാണാൻ എന്ത് രസമായിരിക്കും അറിയോ? വരുമ്പോ ആരും കാണരുത്. മാഷ് വരാണ്ടിരിക്കരുത്, ഞാൻ കാത്തിരിക്കും. പിന്നെ മറ്റേ മാഷ്മാർ രണ്ടുപേരും ഈ വിവരം അറിയരുത്. മഹാബോറന്മാരാ. സ്നേഹപൂർവ്വം മാഷ്ട കവിത. ഇതിനെന്തിനാണ് കത്ത്? പറഞ്ഞാ പോരെ, ഞാൻ വരും മോളെ. ഇതെല്ലാം പച്ചയല്ലേ? ഇനിയിപ്പോ ഏത് പച്ചയാ വേണ്ടേ? സംഗതി ഇതെല്ലാം പച്ച തന്നെയാണ്, പക്ഷേ ഇതൊന്നും അല്ലാത്തൊരു സൈസ് പച്ച ഞാൻ നോക്കണേ. ആ മോളിൽ പച്ചടിക്ക്. അതിന് വില കൂടുതലാ. വില പ്രശ്നമല്ലാന്ന്, നിങ്ങൾ സാധനം എടുക്കി. എന്നാൽ ഇതാണ് ഞാൻ തിരഞ്ഞെടുക്കുന്ന സാധനം. ഒരു കാര്യം ചെയ്യ്, പാന്റിനും ഷർട്ടിനും തന്നെ കുറിച്ചോളി. താൻ എന്തോടോ ഇങ്ങനെ കിടന്ന് ചിരിക്കണേ? തന്റെ സ്വന്തക്കാരെങ്കിലും മരിക്കാൻ കിടക്കണ്ടോ? അല്ല, ഈ ചുവന്ന ഷർട്ടിന്റെ കൂടെ ആരെങ്കിലും ചുവന്ന പാന്റ് ഇടോ മാഷെ? ഞാനിടും. ഓ, മാഷ് നാടകത്തിൽ അഭിനയിക്കാനായിരിക്കും. നാടകത്തിൽ അഭിനയിക്കണോ സിനിമയിൽ അഭിനയിക്കണോ എന്നുള്ളത് ഞാൻ തീരുമാനിച്ചോളാം.